ഇതാണ് ഗോസ്റ്റ് പീക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ പീക്ക് എങ്ങനെ മാസ്റ്റർ ചെയ്യാന്നുള്ള കാര്യമാണ് പഠിക്കുന്നത്. ജിറാഫിനെ പോലെ പീക്കിടുന്ന നിങ്ങളെ ചങ്കിന് വേണം ഈ വീഡിയോ അയച്ചെടുത്തേക്ക്. ഇപ്പോൾ ട്രെയിനിങ് ഗ്രൗണ്ടിൽ പോയിട്ട് ഈ പീക്ക് മാസ്റ്റർ ചെയ്യാനുള്ള കുറച്ച് ഡ്രിൽസ് നമുക്ക് ആദ്യം പഠിക്കാം. ആദ്യം ഞാൻ കളിക്കുന്ന 5 ഫിംഗറിലാണ്. അതിൻ്റെ കൺട്രോൾസും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ കൺട്രോൾസ്. എൻ്റെ സ്കോപ്പ് ഇവിടെ വരുന്ന പീക്ക്, ക്രൗച്ച്. ഡ്രിൽസ് പഠിക്കാനായി ഈ കവറിൻ്റെ പുറകിൽ ഇങ്ങനെ നിൽക്കുക. ജസ്റ്റ് പീക്ക് ഹോൾഡ് ചെയ്യുക, സ്കോപ്പ് ഓപ്പൺ, ക്രൗച്ച് ആൻഡ് ഫയർ. അറ്റ് ദ സെയിം ടൈം തന്നെ നമുക്ക് ജോയ്സ്റ്റിക്ക് റൈറ്റിലേക്ക് മൂവ് ചെയ്യിപ്പിക്കണം. ഈ ഡ്രിൽസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്രെയിനിങ് ഗ്രൗണ്ടിൽ പോയി മാസ്റ്റർ ചെയ്താൽ മതി. നമ്മളെ കൺട്രോൾസ് 5 ഫിംഗർ ആണെങ്കിൽ നമുക്ക് കൂടുതൽ ആക്യുറസി ആയിട്ടും ഫുൾ സ്പീഡായിട്ട് നമുക്ക് ഈ ഗോസ്റ്റ് പീക്ക് ഇടാൻ സാധിക്കും. ഇതാണ് എൻ്റെ കൺട്രോൾസ്. 5 ഫിംഗർ പ്ലേയേഴ്സിന് മാത്രമല്ല 4 ഫിംഗർ പ്ലേയേഴ്സിനും ഈസി ആയിട്ട് നമുക്ക് ഗോസ്റ്റ് പീക്ക് അടിക്കാം. അതിന് കൺട്രോൾസിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയാൽ മതി. സ്കോപ്പ് മോഡിൻ്റെ അവിടെ ഹോൾഡിന് പകരം മിക്സഡ് ആക്കിയാൽ മതി. അതാകുമ്പോൾ നമുക്ക് ഹോൾഡും ചെയ്യാം, ടാപ്പും ചെയ്യാം. ഇവിടെ ഇപ്പം ഞാൻ സ്കോപ്പിൽ ടാപ്പ് ചെയ്തു, അറ്റ് ദ സെയിം ടൈം പീക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ചു. അതായത് റൈറ്റിലെ ഇൻഡെക്സ് ഫിംഗർ കൊണ്ട് തന്നെ ടാപ്പ് ചെയ്തു, അതേ സെയിം ഫിംഗർ കൊണ്ട് തന്നെ നമ്മൾ പീക്ക് ഹോൾഡ് ചെയ്യുകയും ചെയ്തു. പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ പീക്ക് ചെയ്യുന്നു, ക്രൗച്ച് ചെയ്യുന്നു. പല ആൾക്കാരും 4 ഫിംഗറിന് 5 ഫിംഗറിലേക്ക് മാറാനൊക്കെ ആഗ്രഹമുണ്ടാവും. ബട്ട് അവർ പറയുന്ന റീസൺ എന്ന് വെച്ചാൽ ഇത്രയും കാലം ഉണ്ടായിരുന്ന എയിം നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണ്. എന്നുവെച്ചാൽ 5 ഫിംഗർ കളിക്കാൻ അത്ര എയിമൊന്നും പെട്ടെന്ന് പോകുന്നുള്ളൂ. ബട്ട് പ്രാക്ടീസ് ചെയ്യുക, നല്ല രീതിയിൽ എയിം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഈസിയായിട്ട് നമുക്ക് 5 ഫിംഗറിലാണെങ്കിലും അടിപൊളിയായിട്ട് എയിം കൺട്രോൾ ചെയ്യാനും അതേപോലെ തന്നെ അടിപൊളിയായി ഫാസ്റ്റായിട്ട് പീക്ക് ചെയ്യാനും നമുക്ക് 5 ഫിംഗറിൽ തന്നെയാണ് ബെസ്റ്റായിട്ട് തോന്നുന്നത്. പിന്നെ ഈ ഒരു കൺട്രോൾസ് നിങ്ങളെ ഡിസേബിൾ ആക്കി വെക്കുക. ഇതിൻ്റെ ഒരു യൂസ് എന്ന് വെച്ചാൽ ഇത് ഡിസേബിൾ ആക്കിയാൽ നമുക്ക് പീക്ക് ഹോൾഡോ ടാപ്പോ ചെയ്താൽ നമുക്ക് ജോയ്സ്റ്റിക്ക് എങ്ങോട്ട് വേണം മൂവ് ചെയ്താലും പീക്ക് അവിടെ നിന്ന് വിട്ടുപോകില്ല, അവിടെ ലോക്കായി കിടക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.